ഹലോ മക്കളെ, നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വെയിറ്റേജ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. അതായത് നിങ്ങളെ പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാമിന് എത്ര മാർക്കിനാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാം, നമ്മളെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത് 10 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ 10 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് മക്കളെ, ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലെ, ഇതിൽ നമ്മൾ ഒരുപാട് നമ്പർ സിസ്റ്റംസും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത് 8 മാർക്കിന്റെ വെയിറ്റേജിനാണ്. അതായത് 8 എന്ന് പറയുമ്പോൾ കറക്റ്റ് 8 തന്നെ ആവണമെന്നില്ല, ഒരു പക്ഷേ ഒരു 8 to 8 9 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ആൻഡ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് ഫുള്ള് തിയറി ആണ് അല്ലെ. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് തിയറി ആണ്. അപ്പൊ ഈ തിയറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, തിയറി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. പക്ഷെ എന്തെന്നായാലും അല്ലെ, നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഈ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെ, ഒരുപക്ഷെ ഈസി ഉള്ള കുട്ടികളുണ്ടാവും കേട്ടോ, തിയറി പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, ഇത് +1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 11 മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക ഈ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം. ആൻഡ് മൂന്നാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ തുടങ്ങുകയാണ് അല്ലെ. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് വരെ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതായത് മൂന്നാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ അൽഗോരിതം, ഫ്ലോ ചാർട്ടും കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ, അതായത് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കൊരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ആ 8 മാർക്സിൽ ഒരുപക്ഷെ അൽഗോരിതം എഴുതാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫ്ലോ ചാർട്ട് വരക്കാൻ ചോദിക്കാം, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറെന്റ് ഫേസുകൾ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ള കണ്ടന്റ്സ് നമ്മൾ വഴിയെ വരുന്നതായിരിക്കും. തൽക്കാലം നമ്മൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജിൽ ഫോക്കസ് ചെയ്യാണ്. ആൻഡ് നാലാമത്തെ ചാപ്റ്ററിലാണ്, ആക്ച്വലി ഇവിടെയാണ് നമ്മൾ C++ പഠിച്ചു തുടങ്ങുന്നത് അല്ലെ. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. ഈ ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് വരുന്നത് 5 മാർക്കാണ്. അതായത് ഇത് വെറും ബേസിക് ചാപ്റ്റർ ആണ്, ടോക്കൻസ് എന്താന്നൊക്കെ മാത്രം ജസ്റ്റ് പറഞ്ഞു പോകുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് വെറും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണയായിട്ട്. വെറും 5 മാർക്ക് എന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ട് കാണരുത്, ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറവെന്നേ ഉള്ളൂ. 5 മാർക്ക് നമുക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ചാപ്റ്റർ മക്കളെ, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഈ ഒരു ചാപ്റ്ററിൽ ശരിക്കും പറഞ്ഞാൽ C++ന്റെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഡാറ്റ ടൈപ്സ് എന്താണ്, ഓപ്പറേറ്റേഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 8 മാർക്കാണ്. 8 മാർക്സിന്റെ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. ആൻഡ് അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ അഞ്ചാമത്തേൽ പഠിച്ചിട്ടുള്ള കുറച്ച് ബാക്കി എക്സ്ട്രാ കൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ എന്താണ് ടൈപ്പ് കൺവേർഷൻ എന്താണ് അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് എഡീഷണൽ ടോപ്പിക്സ്, ഇതിൽ പറയാത്ത കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് വരുന്ന ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 6 മാർക്കാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ ലാസ്റ്റ് C++ന്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ചിലപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഈ ഒരു ചാപ്റ്ററിന് 10 മാർക്കിന്റെ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അതായത് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലാണ് ആക്ച്വലി നമ്മൾ ലൂപ്പുകളെ പറ്റിയിട്ടും ഈഫ്, സ്വിച്ച് പോലെയുള്ള ഡെസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകളെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് കുറച്ചൊന്നും അല്ല, ഒരു 10 മാർക്ക് എന്ന് പറഞ്ഞാൽ അല്ലെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു വെയിറ്റേജ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഈ ഒരു ചാപ്റ്ററും ഫോക്കസ് ചെയ്യണം. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ആക്ച്വലി ഫോക്കസ് ചെയ്യണം. ഓക്കെ, പക്ഷെ 7ാമത്തെ ചാപ്റ്ററിന് 10 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത, ഇത് 3 തിയറി ആണെന്നുള്ളതാണ്. ലൈക്ക് ഇപ്പോൾ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് പോലെ തിയറി വരുന്ന ചാപ്റ്റർ ആണ്. ആൻഡ് ഇതിന്റെയൊക്കെ വെയിറ്റേജ് വരുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്കിന് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററും തിയറി തന്നെയാണ്. ഈ ചാപ്റ്ററിന് 7 മാർക്കാണ് വരിക. ഓക്കെ, അതേപോലെ തന്നെ IT അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര ചെറിയ ചാപ്റ്റർ ആണ്. കുറച്ച് അല്ലെ 3 കാര്യങ്ങൾ മാത്രമേ ഈ IT അപ്ലിക്കേഷൻസ് പഠിക്കുന്നുള്ളൂ. ഗവേണൻസ്, ലേണിംഗ്, അതുപോലെ തന്നെ ബിസിനസ്, ഇങ്ങനെ 2-3 ടോപ്പിക്സ് മാത്രം വരുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ടോട്ടൽ നമുക്ക് ഒരു 5 മാർക്കിന്റെ ഒക്കെ വെയിറ്റേജ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ, ഇങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ
ചാപ്റ്റേഴ്സിന്റെ ഒക്കെ വെയിറ്റേജ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇനി വെയിറ്റേജിനേക്കാളും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കുറച്ചും കൂടെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഒരു ഐഡിയ പരമായിട്ട് ഇതെങ്ങനെ പഠിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾ വെയിറ്റേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 2ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ, ഇതിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് 30 മാർക്കോളം കിട്ടി അല്ലെ. 60 മാർക്കിന്റെ എക്സാമിൽ ഏകദേശം ഒരു 30 മാർക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ബാക്കിയുള്ള ബാക്കിയുള്ള മാർക്ക് മാത്രമേ അല്ലെ, അത്രയും എന്താ പറയാ, ഒരുപാട് മാർക്ക് നമുക്ക് ഇവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇത് മൂന്നും. ഓക്കെ, അപ്പോൾ തൽക്കാലം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതുപോലത്തെ കൂടുതൽ നമ്മളെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.